കറുത്ത നീർക്കാക്കകളും വെളുത്ത കൊക്കുകളും ഒരുപോലെ ഇര തേടി ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്. മേലെ മേഘപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആകാശവിതാനവും താഴെ ആമ്പൽ പൂക്കൾ നിറഞ്ഞ ജലാശയങ്ങളും മോഹമുണർത്തുന്ന നാട്. പക്ഷേ ചിലപ്പോഴെങ്കിലും ആമ്പൽ പൊയ്കയുടെ ഓരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ കുപ്പികൾ നമ്മുടെ നാടിനെ മദ്യത്തിൻ്റെ സ്വന്തം നാടാക്കുന്നുണ്ടോ? ദൈവം സുന്ദരമാക്കിയ നാടിനെ തൻ്റെ ലഹരിശീലങ്ങൾ കൊണ്ട് മലിനമാക്കുന്ന മനുഷ്യൻ. ഇവിടെയാണ് ഒരിക്കൽ ഇടറി നടന്ന ലഹരി വഴികളിൽ നിന്ന് മാറി നടക്കാൻ തയ്യാറായവരുടെ മാനസാന്തരങ്ങൾ പ്രസക്തമാകുന്നത്. ഇത് എടത്വ പഴയമഠം ജോസഫ് ഔസേപ്പ് എന്ന ജോസ് അച്ചായൻ. 20 വർഷത്തിലേറെ മദ്യത്തിനടിമയായി കഴിഞ്ഞ വ്യക്തി. ഞാൻ മദ്യപാനത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ അപ്പനുമായിട്ടുള്ള ബിസിനസ്, അതായത് ഉണക്കത്തൊണ്ട, ഉണക്കച്ചിരട്ട, ഇതൊക്കെ കച്ചവടമായിരുന്നു. അതേ ഷാപ്പുകളിലും ചായക്കടയിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. വളരെ കാശ് കിട്ടത്തില്ല. അതേ പിരിവിന് പോകുന്നത് ഞാനായിരുന്നു. പല പ്രാവശ്യം ഷാപ്പുകളിൽ ചെന്ന് പൈസ കിട്ടാൻ വന്നപ്പോഴത്തേക്കിന് ഒരു വാശിയും പൈസയ്ക്ക് എന്നൊക്കെ തന്നെ എങ്ങനെയെങ്കിലും മേടിക്കണമെന്നുള്ള കണക്കൂട്ടിൽ ഷാപ്പിൽ കയറി വെള്ളം അടിക്കാൻ തുടങ്ങി. അങ്ങനെ പലയിടത്തും നിന്നായി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അതൊരു താരിപ്പായി. പിന്നെ അങ്ങനെ അങ്ങ് കൂടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് അതൊരു ദോഷത്തിലേക്കാണ് പോകുന്നുള്ളൊരു ബോധ്യത നമുക്ക് ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ നമ്മൾ ഇഷ്ടത്തിന് ചിലവാക്കാമല്ലോ, ആരോട് എന്നെ ചോദിക്കാനാ. ഇങ്ങനെയുള്ള ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് ഒരു ധ്യാനം കൂടാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ധ്യാനത്തിൻ്റെ അവസരം എന്ന് പറയുന്നത്, ഞാൻ എടത്വായിലൊരു ചവിട്ടുതൊഴിലാളിയായിരുന്നു, ഒരു ഹോൾസെയിൽ കടയിലെ ചവിട്ടുതൊഴിലാളി. അങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അനിയൻ വന്നേച്ച് പറയുന്നത്, അവന് ഇവിടുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. മര്യാദത്തൊരു ധ്യാനത്തിന് പോയി, ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ ചെന്ന ആ പ്രാർത്ഥനകൾ കൂടി ഞാൻ ചെയ്തത് പ്രവർത്തിച്ചെല്ലാം തെറ്റാണെന്നൊരു ബോധ്യത എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ അവിടുന്ന് തീരുമാനമെടുത്തു, മദ്യപിനും തുടർത്തില്ല എന്ന്. അങ്ങനെ അവിടെ തന്നെ മദ്യപാനം ഉപേക്ഷിച്ചും കൊണ്ടാണ് വീട്ടിൽ വന്നു. മദ്യപാനം ഉണ്ടായിരുന്നു, പുകവലി, മുറുക്ക്, സകല സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. തിരിച്ചു വന്നു. ഡിവൈനിപ്പോൾ ഒരു ധ്യാനം കൂടി വന്നു കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കിട്ടിയ ആ ഒരു വിശ്വാസം, ആ ഒരു പ്രകാശം, അതിൽ തന്നെ മുന്നോട്ട് പോകണമെന്നൊരു തോന്നൽ, ഒരു തീരുമാനം അങ്ങ് എടുത്തു. സൺഡേ ഷാലോം ടൈംസ്, കുഞ്ഞുമാലാക്ക ക്രിസ്റ്റീനെ, ഇതെല്ലാം ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്ന ഒരു ഏജൻസിയായിട്ട് മാറി. അങ്ങനെ ശുശ്രൂഷ ചെയ്തു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഈ സ്നേഹമില്ല ശുശ്രൂഷയിലേക്ക് പിന്നെ വീണ്ടും കടക്കുന്നത്. ലക്ഷക്കണക്കിന് ജീവിതങ്ങൾക്ക് ലഹരി അടിമത്തങ്ങളിൽ നിന്ന് മോചനം നേടിക്കൊടുത്ത ഡിവൈൻ ധ്യാന കേന്ദ്രം തന്നെയാണ് ജോസ് അച്ചായൻ്റെ ജീവിതത്തിലും വഴിത്തിരിവായത്. ഗതകാല ജീവിതത്തിൻ്റെ കറകളൊക്കെയും ദൈവസ്നേഹത്തിൻ്റെ നീർച്ചോലയിൽ കഴുകിക്കളഞ്ഞ് സ്നേഹസമർപ്പണത്തിൻ്റെ വേറിട്ട വഴിയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. എടത്വ തലവടിയിൽ ജോണിക്കുട്ടി തുരുത്തേൽ ആരംഭിച്ച സ്നേഹഭവനിൽ സഹായിയും സേവകനുമായി ജോസ് അച്ചായനും പ്രവർത്തനമാരംഭിച്ചു. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളുടെ ഒരു അഭയകേന്ദ്രമാണ് സ്നേഹഭവൻ. ഇന്ത്യയുടെ നാനാഭാഗത്ത് ഏതെല്ലാം സ്റ്റേറ്റുണ്ടോ ആ സ്റ്റേറ്റിലുള്ള എല്ലാ മക്കളും ഇവിടെ കഴിയുന്നു. ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് ആശുപത്രിയിൽ അപകടത്തിൽപ്പെട്ട് പോലീസുകാർ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട് അങ്ങനെ സുഖം പ്രാപിച്ച് ആശുപത്രിയിൽ നിന്ന് പോകാനിടമില്ലാതെ അവർക്കൊക്കെ അവരെയൊക്കെ ഇവിടെ എത്തിക്കുകയും അവരെ ഇവിടെ സംരക്ഷിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നൊരു സ്ഥാപനം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 7 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നു. ആ കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ഈ ജോസ് ചായൻ. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരു കാലത്ത് ദൈവത്തെ മറന്ന് തൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം മദ്യത്തിന് അടിമപ്പെട്ട് വീട്ടുകാരെയും മക്കളെയും അന്വേഷിക്കാതെ നടന്ന ഒരു കാലഘട്ടം. പിന്നീട് അദ്ദേഹത്തിൻ്റെ
ദൈവവിളി ഉണ്ടായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ് ഒരു ധ്യാനം കൂടുവാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. ആ ധ്യാനത്തിൽ നിന്ന് തിരിച്ചു വരികയും പിന്നീട് അദ്ദേഹം കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോവുകയും ആ കാലയളവിലാണ് 14 വർഷം മുമ്പ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ തുടങ്ങിയപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് മുഴുവൻ സമയവും അദ്ദേഹം തൻ്റെ തൊഴിലായിരുന്ന ചുമട്ട് ജോലി ഉപേക്ഷിച്ച് ഈ മക്കൾക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട് പ്രവർത്തനം നടത്തുന്നു. കുഴഞ്ഞു മറിഞ്ഞു കിടന്ന തൻ്റെ കുടുംബജീവിതം അദ്ദേഹം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് 3 മക്കൾ. ആ മക്കളെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റി. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം ആ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ തുടങ്ങി. അങ്ങനെ 2 ആൺമക്കളും ഒരു മകളും. ആ 2 ആൺമക്കൾ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. മകൾ നേഴ്സിംഗ് കഴിഞ്ഞ് ജോലിയിലേക്ക് ഇപ്പം ജോലി ചെയ്യുന്നു. അങ്ങനെ മദ്യത്തിൽ നിന്ന് മുക്തി നേടി അതിൻ്റെ ആ പ്രതിഫലം എന്നോണം തനിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു കിട്ടിയതിന് പാരിതോഷികമായി അദ്ദേഹം ഈ അനാഥ മക്കളെ, അദ്ദേഹം ഒരു രോഗിയാണ്, ആ രോഗം പോലും മറന്ന് അദ്ദേഹം മുഴുവൻ സമയവും ഈ സ്നേഹഭവനിൽ വന്ന് ശുശ്രൂഷ ചെയ്യുന്നു. അത് ഈ മദ്യപത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി കിടക്കുന്ന ഓരോ മക്കൾക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന്, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഞാൻ അടുത്തവയിൽ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. അങ്ങനെയിരിക്കുന്ന കാലത്ത് മദ്യപാനവും പുകവലിയും മുറുക്കലും എല്ലാം കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയിരിക്കുന്ന കാലത്താണ് എൻ്റെ അനിയൻ വന്ന് എന്നോട് പറഞ്ഞു, ജോസ് അവനൊരു രോഗിയായിരുന്നു, എനിക്കിവരോടൊന്ന് പ്രാർത്ഥിക്കാൻ നീ മര്യാദത്ത് വരണമെന്ന് പറഞ്ഞു ശനിയാഴ്ച. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അവരോട് സാമ്പത്തികം പറ്റുന്ന ആവശ്യപ്പെട്ടില്ല, പ്രാർത്ഥനയല്ലേ ആവശ്യപ്പെട്ടുള്ളൂ. ആ കണ്ടുകൊണ്ട് ഞാൻ അവിടെ ധ്യാനത്തിന് പോയി. അവിടെ ചെന്നു ധ്യാനത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അന്ന് അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നെക്കുറിച്ചാണ് എന്നുള്ളൊരു ബോധ്യത എനിക്കങ്ങുണ്ടായി. അപ്പം മദ്യപാനം സ്ഥിരമല്ലെങ്കിൽ തന്നെ മദ്യപാനം എന്ന് പറയുന്നത് തെറ്റല്ല. നമ്മൾ കയ്യിലെടുക്കുന്ന കാശ് കൊടുത്ത് മദ്യപിക്കുന്നു, അതിന് ആരെന്നാ പറയാനാ, തെറ്റും കുറ്റമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു. അത് തെറ്റാണെന്നുള്ള ബോധ്യത അവിടെ വെച്ച് അന്നേരമാണ് കിട്ടുന്നത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ മദ്യപാനം ഉപേക്ഷിക്കുകയും മദ്യപാനം തന്നെ ചായ കാപ്പി മുഴുവൻ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചിട്ട് ഇവിടെ തിരിച്ച് വന്നു. ഭാര്യയോടും നമുക്ക് കിട്ടിയ അനുഭവം എല്ലാം പങ്കുവെച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞു അതിനെ നമുക്ക് ധ്യാനമൊക്കെ കൂടാൻ പോകണമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ധ്യാനത്തിന് പോയി. ഇവനിൽ പോയി ധ്യാനം കൂടി വന്നു കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ അന്ന് അവിടെ കിട്ടിയ ആ പ്രകാശം, ആ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെച്ചും കൊണ്ട് സ്വന്തം അനുഭവത്തിൽ പകർത്തിക്കൊണ്ടും ജീവിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ, അതായത് 10 രൂപ കിട്ടിയുള്ളെങ്കിലും അതിൽ നിന്ന് 1 രൂപ എന്താവശ്യമുണ്ടെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വരെയും വിനിയോഗിച്ചു. അങ്ങനെ മുന്നോട്ട് വരുന്ന കാലത്താണ് സ്നേഹഭവൻ്റെ ഒരു ശുശ്രൂഷ ഇങ്ങനെ വരുന്നത്. അതിൻ്റെ ആരംഭം മുതൽ ഞാനും ആ കൂട്ടത്തിലുള്ളതാണ്. കാരണം ഒന്നുമില്ലാത്തവരാരും ഇല്ലാത്തവരെ വഴി കിടക്കുന്ന ഇന്ത്യയിലെ എല്ലാ ഭാഷക്കാരും എല്ലാ മതക്കാരിൽപ്പെട്ടവർ എൻ്റെ ജീവിതത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ആർക്കെങ്കിലും എൻ്റെ പോക്കറ്റിൽ എടുത്തു കൊടുത്ത് സഹായിക്കാനോ അവർക്കെന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് സഹായിക്കാനുള്ള കഴിവ് എനിക്കില്ല. അപ്പം ദൈവം തന്ന ആരോഗ്യം വെച്ചുകൊണ്ട് അവർക്ക് പോയി വേല ചെയ്യാം എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി അതിനായിട്ട് ഇറങ്ങിത്തിരിച്ചു. അപ്പം ഭാര്യയുടെയും മക്കളുടെയും വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു പോകുന്നതിനിടെ, അവർ എതിർത്തില്ല. ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുമ്പോഴും 24 വർഷം വാടക വീട്ടിൽ താമസിച്ചാണ് ഒരു സ്വന്തമായിട്ട് പെര കിട്ടി ഇവിടെ താമസിക്കുമ്പോൾ 2 വർഷം ആകുന്നതേ ഉള്ളൂ. ആ അവസരത്തിലും അവരുടെ അനുഭവത്തോടുകൂടി തന്നെ അതിന് ശുശ്രൂഷിക്കും പോവും, ചെറിയ പണിക്കും പോവും, വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞുകൂടി വന്നു. അപ്പോഴത്തേന് കുഞ്ഞുങ്ങൾ ജോലിക്കാരെ കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്ഥിരമായിട്ട് അവർക്ക് തന്നെ അങ്ങ് വേല ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. നമ്മൾ വണ്ടിക്കൂലി കയ്യിൽ നിന്ന് തന്നെ മുടക്കി പോയി അവർക്ക് വേണ്ടി വേല ചെയ്തുകൊണ്ടിരുന്നു. സ്നേഹവനം ആരംഭിക്കുന്നതിൻ്റെ കാര്യം വെച്ചെന്നാൽ ഇവിടെ ഞങ്ങളിപ്പോൾ സ്നേഹവനം ഇരിക്കുന്ന സ്ഥലം അടുത്ത ഒരു സ്ഥലത്ത് മല്ലപ്പള്ളി, നിങ്ങൾ ചിലപ്പോൾ മല്ലപ്പള്ളി കാരുണ്യഭവന് ദാനം കൊടുത്താണ് ആ സ്ഥലം. ആ സ്ഥലം ഞങ്ങളെ ഇവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു. പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ആളായിരുന്നു. അവരോട് സഹകരിച്ചും കൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെട്ട് നമുക്കല്ലാണ്ട് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവരെന്ന് പറഞ്ഞ് ഞാനും അതിനകത്തൊരു ഉപകരണമായിട്ട് മാറി. അന്നു മുതൽ ഇങ്ങനെ അത് ജോൺകുട്ടിയാണ്, സെക്രട്ടറി ജോൺകുട്ടിയാണ് അതിന് മുൻകൈ എടുത്ത്. ജോൺകുട്ടി കാരണഭവനിൽ ശുശ്രൂഷകനായിരുന്നു. അങ്ങനെ അവിടുന്ന് പുള്ളിയുടെ ഉത്തരവാദിത്തം ഇവിടെ ഏൽപ്പിച്ച് ഞങ്ങൾ ആ ശുശ്രൂഷ മുന്നോട്ട് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ശരീരം കൊണ്ടും
പോയി അവിടെ വേല ചെയ്ത് ശമ്പളമൊന്നും ഇല്ലാത്ത വേല ചെയ്യുകയാണ്. കാരണം അതിൻ്റെ അവിടെ പോയി ഞാൻ വേല ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഒത്തിരി ദീപാനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ദീപാനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അതിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് ഇവർ ഇത്രയും പഠിപ്പിച്ചുകൊണ്ട് വന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കിനും മോളെ തന്നെ നേഴ്സിംഗ് പഠിക്കാനായിട്ട് അവളെ പാസ്സായി. നേഴ്സിങ്ങിൻ്റെ പഠിത്തത്തിനുള്ള ആരംഭം വന്നപ്പോഴത്തേക്കിന് ഒരു താമസിച്ച് വരും. ഞാൻ കടലിൽ പണിയുന്നത് 25, 5, 15, 50, 75 രൂപയ്ക്കൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത്. അതിനോട് വാടക കൊടുക്കണം, ഞങ്ങളുടെ ചിലവ് നടക്കണം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം പഠിപ്പിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടായി വന്നെങ്കിലും പഠിപ്പിക്കാതിരിക്കാനൊക്കത്തില്ല. ഞാനൊരു ബാങ്കുമാനെ സമീപിച്ചപ്പോഴത്തേക്കിന് എന്നെ പരിചയമുള്ള മാനേജരായിരുന്നു. പുള്ളി പറഞ്ഞു മേടിക്കാൻ പോകുന്ന തുകയും പലിശ ഉൾപ്പെടെ ചായനെ മാസം ഇത്രയും രൂപ അടയ്ക്കണം, ഇതിനുള്ള സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്ന് താഴെ പോയിരുന്നു ചിന്തിച്ച് കയറി വരാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കിന് ഒരു കൂട്ടുകാരൻ നേരെ കയറി, ജോസ് എവിടെ പോയെന്ന് വെച്ചാൽ അവൻ്റെ കാര്യത്തിന് പോയതാ, താൻ ദൈവത്തിന് വേണ്ടി വേലി നടക്കുന്നതല്ലേ, ദൈവത്തോട് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക, കാര്യങ്ങളെല്ലാം അവരെ നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്കിനാണ് ഇത് കണക്കിന് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേന് എനിക്കെന്തോ ഒരു ഇതുപോലെ നമ്മളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം 1,17,000 രൂപയാണ് അവിടെ അടയ്ക്കാൻ, പിന്നെ 93,000 രൂപ വെച്ച് അടച്ചാൽ മതി. ഞങ്ങളിൽ ആകെ ഉണ്ടെന്ന് പറയാനായിട്ട് ഭാര്യ ഈ കുടുംബശ്രീ ലോണെടുത്ത് ഒരു 40,000 രൂപയുണ്ട്, അതേ ഉള്ളൂ. അത് ഞങ്ങളുടെ കയ്യിലില്ല. സ്നേഹവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ പൈസ സ്നേഹവിന് മുടക്കിയിട്ടിരിക്കുക. എൻ്റെ ആവശ്യത്തിന് വരുമ്പോഴത്തേക്കും തന്നാൽ മതി എന്നോട് കൊടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലയളവിലാണ് ഇങ്ങനെ പ്രാർത്ഥന, പിന്നെ എല്ലാം ശരിയായി. കൂടെ പിടിക്കുന്ന 5-6 പിള്ളേരുണ്ട്, അവർക്കെല്ലാം ലോൺ ശരിയായി, ഞങ്ങൾക്ക് ലോൺ ശരിയായില്ല. നമ്മുടെ സാഹചര്യം വെച്ച് നോക്കിയപ്പം എടുക്കാനുള്ള ഒരു മനസ്സുണ്ടായില്ല. അപ്പോഴും ദൈവത്തിൻ്റെ ഒരു പ്രചോദനം മനസ്സിലിങ്ങനെ കുറിച്ച് നിങ്ങളും നീ ഇതിനോട് ഇറങ്ങിത്തിരിക്കുകയെന്നും പറഞ്ഞ് പോകേണ്ട സമയങ്ങളൊക്കെ അടുത്തു. മറ്റുള്ളവരുടെ സഹായത്തിൻ്റെ വെളിച്ചത്തിൽ 50,000 രൂപയും പിന്നെ കൊച്ചിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഞങ്ങൾ വണ്ടി ചെലവും കഴിച്ചിട്ട് 50,000 രൂപയേ ഉള്ളായിരുന്നു വെച്ച കയ്യിൽ. അതും കൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരോട് ഇറങ്ങിത്തിരിച്ചു. കർണാടകയിലാണ് കർണാടക ഉടുപ്പി ജില്ലയിലാണ് അവളെ പഠിപ്പിച്ചത്. ഞങ്ങൾ 9-11 മണി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നു. ഞാൻ ചെന്നേച്ചും പറഞ്ഞു എൻ്റെ കാര്യം പറഞ്ഞു, മോൻ ഇന്നണക്കാർ കാര്യങ്ങൾ 50,000 രൂപ കയ്യിലുള്ളൂ, ബാക്കി ഡിസംബറിനിപ്പുറം ഞാൻ ഈ പൈസ കൊണ്ട് അടച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പം ആ കൊച്ചിനോട് പറഞ്ഞു, അച്ഛാ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല, വളരെ നിർബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാശ് മുഴുവൻ അടയ്ക്കാണ്ട് പഠിപ്പിക്കാനൊക്കെ ഇതില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജപമാല ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ജപമാല ഇങ്ങനെ കൈ നീട്ടി കാണിച്ചു, മോളെ ഞാൻ പറഞ്ഞതൊക്കെ നീ ഇത് പറഞ്ഞാച്ചാൽ മതി, ബാക്കി കാര്യം ഇവർ നോക്കിക്കോളൂ എന്നും പറഞ്ഞ് അപ്പം ഞാൻ ഈ വിഷമം കൊണ്ട് എൻ്റെ മോളെ എൻ്റെ മുഖത്ത് നോക്കത്തില്ല, ഞാൻ അവിടെ മുഖത്ത് നോക്കത്തില്ല. കാരണം അപ്പുറം ഇളമ്പലം നിൽക്കുന്ന അവിടെ കൂട്ടുകാരികളെല്ലാം റെഡി, അല്ലെങ്കിൽ പേപ്പറാണെങ്കിൽ എല്ലാ കാര്യം റെഡിയായിട്ട് നിൽക്കുക. എൻ്റെ കാര്യം നടക്കുമോ നടക്കത്തില്ലയോ എന്ന് അവൾക്കൊരു വിഷമം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നടക്കുമോ നടക്കില്ല എൻ്റെ വിഷമം. അതായത് ഞങ്ങൾ മുഖം നോക്കാതെ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയം 3 മണിയായപ്പോഴത്തേക്കിന് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും വന്നു. അവർ കയറിയിരുന്നു. റെഡി കാശും ലോണും പേപ്പറുമായിട്ട് നിന്നവരെ ഇങ്ങനെ ലൈനായിട്ട് മുന്നിൽ നിന്നു. ഞാനിങ്ങനെ പുറകിൽ വിഷമിച്ച് ഞാനവിടെ ചാരി നിന്നു. അപ്പം ഇവരെല്ലാം പേപ്പറുകൾ കൊടുത്തു, എഴുതി മാറി വന്നപ്പോഴത്തേക്കിന് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ പുറകെ നിൽക്കുക. അപ്പം എനിക്ക് കാണാം അവരെ ആ കൊച്ച് എന്നെ ചൂണ്ടിക്കൊണ്ട് ഇംഗ്ലീഷിൽ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരെന്നെ വിളിച്ച് ഒരു വക ചോദിച്ചില്ല, ഉടനെ ബുക്കെടുത്ത് വെച്ച് എഴുതുകയായിരുന്നു. എഴുതി കഴിഞ്ഞേച്ച് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ കൊച്ചിനോട് പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരങ്ങോട്ട് പറഞ്ഞു. അവർ സമ്മതിച്ചു. മോളെ പഠിത്തം കഴിയുന്നിടം വരെ ഞാൻ 2 പ്രാവശ്യമായിട്ട് പൈസ അടച്ച് അവളെ പഠിത്തം പൂർത്തീകരിക്കാൻ ദൈവം ഇടയാക്കി തന്നു. അത് ഈ സ്നേഹവൻ്റെ പോയി ഞാൻ അതുങ്ങൾക്ക് വേണ്ടിയിട്ട് വേല ചെയ്ത ആ ഒരു വെളിച്ചത്തിൻ്റെ പ്രകാശത്തിലാണ് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. അതിന് കാരണം വെച്ചെന്നാൽ ഞാൻ ഇല്ലായ്മയിൽ ജീവിച്ചതാണ്. കാരണം ഉടുക്കാൻ തുണിയും കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ആഹാരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ 9 മക്കളിൽ മൂത്തവനായിട്ട് ജനിച്ച് വന്നത് ഞാനാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും കൊടുക്കാൻ, എന്നെ ഒന്നും കൊണ്ട് സഹായിക്കാനും ഒരു രക്ഷയില്ല. അപ്പം ശരീരം കൊണ്ട് ചെയ്യാവുന്നത് ചെയ്തു കൊടുക്കുക, ആ ഒരു കണക്കൂട്ടാണ് സ്നേഹവനിൽ പോയി വേല ചെയ്യുന്നത്. അതുപോലെ തന്നെ നിരവധി അത്ഭുതങ്ങൾ. മോളെ അങ്ങോട്ട് പഠിപ്പിക്കാൻ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ കോളേജിൽ നല്ലൊരു ശതമാനം പിള്ളേർക്ക് ടൈഫോയിഡിൻ്റെ അസുഖം കയറി പിടിച്ചു. അത് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് മോക്ക് ഇങ്ങനെ അസുഖത്തിൻ്റെ ആരംഭം ഉണ്ടോ അറിയാൻ വേണ്ടി ഞങ്ങൾ ഫോണിൽ കൂടെ പിടിച്ചുകൊണ്ടിരിക്കുക. കൊടുക്കാൻ ഒരു ദിവസം വന്നപ്പോഴത്തേക്കിന് ഒരു ആദ്യ വെള്ളിയാഴ്ച ജാഗരണ പ്രാർത്ഥനയുടെ സമയം. എൻ്റെ അനിയൻ കോട്ടയത്തുണ്ട്. അവൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, കൊച്ചാച്ച ആ കൊച്ചിനെ തീരെ വയ്യ, അവളെ പോയി എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞു. മൂത്ത മോനുണ്ട്, അവനെ യുവതിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരി അരമനയില്ല. ഞാൻ ഉടനെ അവനെ വിളിച്ചു. അവൻ പറഞ്ഞു, അപ്പം അച്ചായ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവളെ വിളിച്ച് സമാധാനിപ്പിക്കുക, ഞാൻ നാളെ പോകാമെന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അപ്പോൾ ജാഗരണ പ്രാർത്ഥന തുടങ്ങി, ജപമാല നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ വിഷമം കണ്ടപ്പോഴത്തേക്കും ഭാര്യ ഇങ്ങനെ എൻ്റെ എരുമിൽ വന്നിരുന്നു. ഞാൻ പിന്നീടൊക്കെ കാര്യങ്ങളൊന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുകൊണ്ടിരുന്ന് കരഞ്ഞു കഴിച്ച് മോളെ വിളിച്ചപ്പോഴത്തേ അവിടെ അസുഖത്തിൻ്റെ പുറത്തും എൻ്റെ വേദനയുടെ പുറത്തും അങ്ങോട്ട് ചെന്നും പറയാൻ തിരിയുന്നില്ല. കുഞ്ഞു പറഞ്ഞിട്ടാണെങ്കിൽ ഒഴിവടാന്ന് നിൽക്കുക, ഒരു വക തിരിയുന്നില്ല. അവിടെ അങ്ങ് തളർന്ന് വീഴുന്ന പോലെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് തോന്നി.
ഞാൻ ഒടുക്കം അവിടെ ഇരിക്കുക പറഞ്ഞു, മോനെ അമ്മച്ചാനും അമ്മച്ചും കൂടെ ജാഗരണ പ്രാർത്ഥനയ്ക്ക് മാതാവിൻ്റെ മുന്നിലിരിക്കുക, മോളെ ഈ മാതാവിനെ വിളിച്ചും കൂടെ പ്രാർത്ഥിക്കുക, ദൈവം എല്ലാം നേരെയാക്കും, കൊച്ചാച്ചൻ നാളെ വരും, മോളെ ഇനി കൊണ്ടുപോരും, ഒന്നുകൊണ്ട് മോൻ വിഷമിക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കരഞ്ഞ് എന്നാ പ്രാർത്ഥിച്ച് എങ്ങനെ പ്രാർത്ഥിച്ചതൊന്നും അറിയാൻ മേല. കുറച്ച് 11 മണിയാകുമ്പോഴത്തേക്കിന് മോനും കയറി വന്നു. അവനും ഞങ്ങളുടെ കൂടെ ഇരുന്ന് കരഞ്ഞ് ഒന്നും കഴിക്കാൻ കിടന്നു. രാവിലെ പള്ളിയിൽ പോയി 6 മണിക്കത്തെ കുർബാനയും കഴിഞ്ഞേച്ച് ഇവിടെ വന്നു. 7:30 ആയപ്പോഴത്തേക്കിന് ഞാൻ കുഞ്ഞിനെ വിളിച്ചു. കുഞ്ഞിനെ വിളിച്ചപ്പോഴത്തേക്കിന് തലേദിവസം സംസാരിച്ച കുഞ്ഞല്ല, പിറ്റേദിവസം സംസാരിച്ചു. നമുക്ക് യാതൊരു കുഴപ്പമില്ല, സ്ഫുടമായിട്ട് സംസാരിച്ചു കാര്യങ്ങളെല്ലാം. ഇനി ഇങ്ങോട്ട് വരണ്ട, ഞാൻ വരുന്നില്ല, എന്നെ കൊണ്ടാരും വരണ്ടെന്ന് പറഞ്ഞു. ഉടനെ ആങ്ങളെ ഫോൺ മേടിച്ച് പറഞ്ഞു, മോനെ നീ ബ്ലഡ് പരിശോധിക്കണം, വൈകിട്ട് വിളിക്കുമ്പോഴത്തേക്കിന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ടും വിളിച്ചു, ബ്ലഡ് പരിശോധിപ്പിച്ച് യാതൊരു കുഴപ്പമില്ല. ദൈവം തന്ന വലിയൊരു ദാനം, അതായത് ഈ ഇതുകങ്ങ് വേണ്ടിയിട്ട് ആരും ഇല്ലാത്ത ഇവർക്ക് വേണ്ടിയിട്ട് പോയി വേല ചെയ്യുന്നതിൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയത് ഈ കാര്യങ്ങൾ ഇപ്പം വരെയുള്ള എൻ്റെ അനുഭവങ്ങളെല്ലാം. എടത്തുവായിൽ വിശ്വാസ സമൂഹത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് വളരെയേറെ ആഭിമുഖ്യമുള്ള ഒരുപറ്റം ആളുകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സ്നേഹഭവൻ എന്ന് പറയുന്ന അഭയഭവനിൽ ഏതാണ്ട് 160ഓളം രോഗികളാണ് ഉള്ളത്. ആരോരുമില്ലാത്തവരും തെരുവിൽ അലയുന്നവരും മാനസികമായ വ്യാധികളുള്ളവരുമായ ഈ രോഗികളുടെ ശുശ്രൂഷയിൽ ഒരുപറ്റം നല്ല ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്നും ഉരുവാകുന്ന പ്രതിബദ്ധത ആ രോഗികൾക്ക് തണലും താങ്ങുമായി മാറുമ്പോൾ പഴയമഠത്തിൽ ശ്രീ ജോസഫ് എല്ലാ ദിവസവും ഈ രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം അവിടെ ചെലവിടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നത്. അദ്ദേഹത്തിന് ഇതിനുള്ള ശക്തിയും ഓജസ്സും എല്ലാം ലഭിക്കുന്നത് തീർച്ചയായിട്ടും ദിവ്യകാരുണ്യത്തിൽ നിന്നുള്ള വലിയ പ്രചോദനമാണ്. അതിരാവിലെ അരമണിക്കൂറോളം നടന്ന് ദൈവാലയത്തിലെത്തി പരിശുദ്ധ കുർബാനയിൽ ഭക്തിപരസ്പരം പങ്കുചേർന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ശ്രീ ജോസഫ് 2 വർഷമായി എനിക്ക് ചിരപരിചിതനാണ്. അദ്ദേഹം എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഏറെ തീക്ഷ്ണതയോടെ സ്നേഹത്തോടെ അർപ്പിക്കുകയും ആ കൂദാശയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരു വലിയ പൊളിച്ചെഴുത്ത് നടത്തി ജീവിതത്തെ ആകെ മാറ്റിമറിച്ച് ഈശോയുടെ സ്വന്തമാക്കി മാറ്റിയ ആളാണ് ശ്രീ ജോസഫ്. ഒരുപക്ഷെ സാവൂള് പൗലോസായത് പോലെയുള്ള ഒരു മാറ്റം ശ്രീ ജോസഫിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയും പരോന്മുഖതയും പ്രത്യേകിച്ച് തീരെ പാവങ്ങളോടുള്ള പ്രത്യേകമായ പരിഗണനയും സ്നേഹവുമൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സ്നേഹഭവനിൽ അദ്ദേഹം ഓരോ രോഗിയോടും കാണിക്കുന്ന കാരുണ്യം, അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതിലും അവരെ വസ്ത്രം ധരിപ്പിക്കുന്നതിലും അവരെ കുളിപ്പിക്കുന്നതിലും മുടി മുറിക്കുന്നതിലും ഷേവ് ചെയ്യിക്കുന്നതിലും ഒക്കെ കാട്ടുന്ന ആ വലിയ വിനയത്തിൻ്റെതായ ശുശ്രൂഷ, ഇതൊക്കെ ആരുടെയും കരള് നിറയ്ക്കുന്നതാണ്, കണ്ണ് നനയിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഇതിനുള്ള പ്രചോദനമെല്ലാം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ നിന്നും കൈവരുന്നുണ്ട്. ഈ ആഭിമുഖ്യം തൻ്റെ കുടുംബാംഗങ്ങളിലേക്കും പകർത്തുവാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അദ്ദേഹത്തിൻ്റെ ഈ വിശുദ്ധി നിറഞ്ഞ, ലാളിത്യം നിറഞ്ഞ ജീവിതശൈലി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിലേക്കും പ്രസരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ 3 മക്കളിൽ എല്ലാവരും ഇതേ ദൈവസ്നേഹവും സഹോദര സ്നേഹവും കൊണ്ട് നിറയപ്പെട്ട ഹൃദയത്തോടെ ജീവിക്കുന്നവരാണ്. ഒരു മകൻ ഇവിടുത്തെ യുവദീപ്തിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ഈയിടെ അദ്ദേഹം വിവാഹിതനായി. ഇവിടെയുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ആ മകൻ. ഇതിനൊക്കെ കാരണം പിതാവിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസത്തിൻ്റെ വിശുദ്ധ ചൈതന്യവും അതോടൊപ്പം തന്നെ ഈശോ പറയുന്നത് പോലെയുള്ള കാരുണ്യത്തിൻ്റെ വിശുദ്ധമായ മനോഭാവങ്ങളുമാണ്. വിനയാന്വിതമായ വിശുദ്ധ ശുശ്രൂഷ ചെയ്യുന്ന ഇദ്ദേഹം തീർച്ചയായും എല്ലാവർക്കും മാതൃകയാണ്. ഈ ഇടവകയിലും തീർച്ചയായും ഒരു മാതൃകാ ബിംബമായി അദ്ദേഹം തെളിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുവാനാവും.
അപ്പോൾ നമ്മുടെ ശുശ്രൂഷയുടെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ 4:30 ആകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ രണ്ടും എഴുന്നേക്കും. എഴുന്നേറ്റ് കുളിയും നനയും വലിയപ്പെല്ലാം കഴിഞ്ഞ് വെച്ച് ജപമാല ചൊല്ലി സകല വിശുദ്ധരുടെ ഒത്തിരി ചെല്ലും. കർണക്കൊന്ത, ജപമാല, പിന്നെ ഒരു 30 സ്വർഗസ്ഥന പിതാവ് 3 ദിവസം ചൊല്ലി കർത്താവിൻ്റെ 33 വയസ്സിനെ അനുകരിച്ചുകൊണ്ടൊരു പ്രാർത്ഥന, ഇതൊക്കെ ചൊല്ലി ഞങ്ങൾ ഇതൊക്കെ പള്ളിയിലോട്ട് പോകും. പള്ളിയിലോട്ട് പോകുന്ന വഴിക്കാണ് ജപമാല ചൊല്ലി പള്ളിയിലോട്ട് പോകുന്നത്. ബാക്കി പ്രാർത്ഥന ചൊല്ലി പള്ളി ചെന്ന് കുർബാനയും കഴിഞ്ഞ് വെച്ച് ഇവിടെ വരും. ഇവിടെ വന്ന് കഴിഞ്ഞ് വെച്ച് ഇച്ചിരി വെള്ളം കുടിച്ചും കൊണ്ട് ഇവിടെ സ്നേഹവനിലോട്ട് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് സഹശുശ്രൂഷകൻ അവിടെ കാണും. പുള്ളി അപ്പോൾ രാവിലത്തെ ആഹാരം അവർക്ക് കഞ്ഞിയോ അന്നേരത്തെ അനുസരിച്ചുള്ള ആഹാരം കൊടുത്തേച്ച് പുള്ളിക്കാരൻ അങ്ങ് പോവും. പിന്നെ ബാക്കി സമയം ഞാനും ചില ആരെങ്കിലും വേറെ വന്നില്ലെങ്കിലായി ആ ബാക്കിയുള്ള സമയങ്ങൾ തന്നെ അവരുടെ തലമുടി വിട്ടുവോ ഷേവ് ചെയ്യുവോ അവരുടെ നഖം വെട്ടുക, അതിന് നമുക്ക് പോകണം. അവരുടെ തുണി അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം. കുറ്റപ്പായിട്ടും ചെയ്യുന്നത് അവിടെ പണികളൊന്നും ഇല്ല. അവരുടെ തുണി അവരെ കൊണ്ട് അലക്കിക്കുക, അവരെ കൊണ്ട് തന്നെ വിരിപ്പിക്കുക, അത് മറിച്ചിടിയിക്കുക. പിന്നെ ഇച്ചിരി വിറക് വല്ലതും കൊണ്ടുവരികയാണെങ്കിൽ അത് കീറിക്കുക. ആഹാര കാര്യങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളുണ്ട് അവിടെ, അവർ തന്നെ അന്തേവാസികൾ തന്നെ അവർ തന്നെ അരിയുകയും ഒക്കെ ചെയ്യും. അവർ തന്നെ അത് പാകം ചെയ്യും. നമ്മുടെ ഒരു നോട്ടം അവിടെ വേണം. ആ ശ്രദ്ധ എപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ മോൻ ജോലിക്കാരനെ കഴിഞ്ഞപ്പം മുതലാണ് ബാക്കിയുള്ള ദിവസം അതിന് ആദ്യം ഞാൻ ആഴ്ചയിൽ 1 or 2 ദിവസം കൂടുതൽ പോകത്തില്ലായിരുന്നു. മോൻ ജോലിക്കാരനെ കഴിഞ്ഞപ്പോഴാണ് സ്ഥിരം രാവിലെ മുതൽ വൈകോളും അവിടെ പോകാൻ അവിടെ തുടങ്ങിയത്. ആ പോകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓരോരുത്തരും അത് ഒത്തിരി അനുഗ്രഹം കൊണ്ട് പറയാം. കാരണം ഒന്നാമത്തെ കാര്യം വലിയ അനുഗ്രഹമായിട്ട് കയറുന്നാൽ എനിക്ക് ദൈവത്തിന് ഏറ്റവും വലിയൊരു ദാനം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയും മക്കളുമാണ്. മക്കളെന്ന് പറയുന്നത് ഇപ്പം മകനിപ്പം 32 വയസ്സോളമായി, ബാക്കി എല്ലാവരും 3 വയസ്സ് എളുപ്പമാണ്. ഇപ്പം വരെയും ചെറുപ്പക്കാരായ പിള്ളേരുടെ യാതൊരു സ്വഭാവങ്ങളും ഇന്ന് വരെയും അതുങ്ങളിൽ കണ്ടിട്ടില്ല. നാളത്തെ കാര്യം ദൈവത്തിൽ തന്നെ ഇരിക്കുന്നു, എനിക്കറിയാൻ മേല. ഞാനും അവരെപ്പോഴതിനെ മദ്യപാനമോ പുകവലിയോ ചായ കുടിയോ ഒരു കുഴപ്പമില്ലാതെ ഞാനും പോകുന്നു. മദ്യപാനം ദോഷമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനും കൂടി പുറകോട്ട് മാറി. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഒരു ബോധ്യതയാകണം. കാരണം ചില മക്കളുടെ വിചാരം എന്ന് പറയുന്നത് ഒരു മദ്യപാനം ഒരു വീട്ടിലൊരു പിന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കിന് അവിടെ മദ്യം വിളമ്പി കഴിയുമ്പോഴത്തേക്കിന് അതാ ഏറ്റവും വലിയൊരു നേട്ടമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുകൂടെ ദോഷത്തിലേക്ക് പോകുന്നൊരു പ്രവണതയാണ്. മറ്റുള്ളവരെ കൂടി ആ ദോഷത്തിലേക്ക് ആക്കുക. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ മക്കളെ അതേ ഉപേക്ഷിച്ചും കൊണ്ട് അത് തെറ്റാണെന്നുള്ള ബോധ്യത വന്നുകൊണ്ട് അവരതിൽ നിന്ന് പിന്മാറി ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള മക്കളെ അവരെ ദൈവത്തെ പിന്നെ നമ്മുടെ കഴിഞ്ഞ മദ്യപാനികൾ എന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ കാലത്തെ പറ്റി അവർക്ക് തന്നെ ഒരു ബോധ്യവാന്മാരാകണം. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ തന്നെ സ്വയം തീരുമാനം എടുക്കണം. മറ്റുള്ളവർ വിളിച്ചപ്പോൾ ഞാനൊരു മദ്യപാനെ വിളിച്ച് ധ്യാനം കുടിപ്പിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അവൻ സ്വയം ധ്യാനം കൂടിക്കൊണ്ട് സ്വന്തം തീരുമാനം എടുക്കണം. ദൈവത്തോടും ദൈവനാമത്തിൽ അവൻ തീരുമാനം എടുക്കണം. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഇതിന് കാശ് കൊടുത്തിട്ട് ഞാൻ കാശ് മുടക്കി ഒരു ഇവനോട് ധ്യാനത്തിന് വിടുക. അവിടെ ചെന്നു എൻ്റെ നിർബന്ധം കൊണ്ട് അവൻ പോയി അവിടെ നിന്ന് കൂടി ഇവിടെ വന്നു. ഇവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൻ പട്ടത്തിൻ്റെ പിന്നത്തേതായി. പക്ഷേ അവൻ സ്വന്തം തീരുമാനം എടുക്കണം. താൻ വിട്ടവൻ എന്തുദ്ദേശിച്ചാണ് വിട്ടിരിക്കുന്നത്. ആ വിട്ടവൻ എന്നെ സാമ്പത്തിക ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി എന്നെ ഇങ്ങനെ വിട്ടതായിരിക്കും. എൻ്റെ ജീവിതം എൻ്റെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ബോധ്യത്തോടു കൂടി അതേ ദൈവനാമം കേട്ടും കൊണ്ട് അവിടെ തീരുമാനമുണ്ട്, ദൈവമേ ഇനി ഞാൻ ഈ ദോഷത്തിലേക്ക് പോകത്തില്ല, അവിടുന്ന് എനിക്ക് താങ്ങായിരിക്കണം, തണലായിരിക്കണമേ എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കണം. അല്ല വല്ലവരെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് കാര്യമല്ല. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ തീരുമാനിക്കുന്നത്, ഇവൻ പറഞ്ഞ് തീരുമാനിക്കുന്നത് ഒക്കത്തില്ല. സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം. ദൈവനാമത്തിൽ ദൈവം ഞാൻ ഇത് ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാനൊരൊറ്റ പറച്ചിലേ പറഞ്ഞുള്ളൂ. നമ്മൾ ഉപേക്ഷിച്ചെടുത്ത് പിന്നെ തിരിച്ചു പോയിട്ടില്ല. പിന്നെ കൊതിക്കൂടി കുടിച്ചോളിട്ട് പോയി പറഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് കൂടെ ഉള്ളവരെ കുടിക്കുന്നു. കാരണം ഞാൻ മദ്യപാനം നിർത്തിയേച്ചേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നേരത്തെ കുടിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു കമ്പനിക്കാരനെ വിളിച്ചേച്ച് പറഞ്ഞു, ദിവസം നീ പോയി ഒരു ചെറുത് മേടിച്ചോണ്ട് വാന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പൈസ കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പോൾ ഞാൻ നീ പോയി ചെറുത് മേടിച്ചോ, നമുക്ക് എത്ര അടിച്ചാൽ ഞാൻ വിളിച്ചേണ്ടേ ഇത്രയും ദിവസമാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയിട്ടെ, ഇനി ഞാനിത് മേടിച്ച് കൊടുക്കുകയോ കുടിക്കാൻ പറയുകയോ ചെയ്യത്തില്ല. സഹോദരനും കൂടി ഇതിൽ നിന്ന് പിന്മാറാമെങ്കിൽ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. യേശുവിൻ്റെ ഈ ചെറിയ സഹോദരങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് ദൈവപരിപാലനയുടെ ജീവിതം ആരംഭിച്ചപ്പോൾ കർത്താവിൻ്റെ കനിവും കരുതലും അനുഭവിച്ചറിഞ്ഞു. കുടുംബമൊന്നിച്ച് കർത്താവിൽ ആശ്രയിച്ച് ജീവിത പ്രതിസന്ധികളെ മറികടന്നതിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ ജോസച്ചായൻ്റെ ജീവിതം. നല്ല അപ്പൻ കാണിച്ചുകൊടുത്ത സ്നേഹവഴിയെ അമ്മയും മക്കളും ഒന്നിച്ചു നടന്നു. ഇനിയുള്ള കാലം സ്നേഹഭവനിലെ അന്തേവാസികൾക്കു വേണ്ടി ജീവിച്ചു തീർക്കണം എന്ന മോഹം മാത്രമേ ഇപ്പോൾ ഈ മനസ്സിലുള്ളൂ. ഒഴുകി നീങ്ങുന്ന കാലം ഒരു സായം സന്ധ്യയോടടുക്കുമ്പോഴും
യൗവനദീപ്തമായ ഈ മനസ്സിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉറവ പൊട്ടുന്നു. കുപ്പിയിലൊഴിച്ച ലഹരികളെ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞ് ദൈവസ്നേഹത്തിൻ്റെയും ദിവ്യകാരുണ്യത്തിൻ്റെയും ലഹരി പരത്തുന്ന വെള്ളാമ്പലുകളായി നമുക്ക് വിരിഞ്ഞു നിൽക്കാം.